ഞാൻ 7D. അപ്പൊ ആദ്യം തന്നെ കാണിച്ചു, ഒന്നുകൂടി കാണിക്കാം. പഞ്ച് ബ്ലോക്ക് ഇത്രത്തോളം ആദ്യം കാണിച്ചു. ഇനി അവിടെ സംഭവം കാണിക്കാം. അടുത്തൊക്കെ കാണിച്ചാൽ ആ 7 ബ്ലോക്ക് കാണിച്ചു. 1 2 3 4 5 6 7 8 8 8. അപ്പൊ ഈ 8 പ്രയോഗം, അതായത് 1 2 3 4 5 6 7 8 ഇതാണ് പ്രയോഗം. അതെങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം. അതായത് ഈ സംഭവം വരുമ്പോ ഇത് എങ്ങനെയാണ് ചെയ്യണേന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ അത് 8 എങ്ങനെയാന്ന് നോക്കാം. പഞ്ച് ഇത് പതുക്കെ മുട്ടിച്ചാൽ ചെയ്താൽ ഇത് സ്വിച്ച് ചെയ്യുമ്പോൾ 1 2 ബ്ലോക്ക് കേട്ടോ. 3 പതുക്കെ കാണാൻ വേണ്ടി 1 2 3 4 5 6 7 8 ഇത്ര സ്ഥലത്താണ്. അപ്പൊ അതൊന്നുകൂടി കാണിക്കാം, സ്പീഡിൽ കാണിക്കാം. ഇങ്ങനെ അതുപോലെ ഓക്കെ. അതാണ് സംഭവം. 8 അഭ്യാസം. ഇനി അതിന്റെ അടുത്ത അഭ്യാസം എന്ന് പറഞ്ഞാൽ മുട്ട് കയറ്റല്. ഫ്രണ്ട് കാലില്ല, മുട്ട് കയറ്റിയതിനു ശേഷം തിരിച്ച് ബാക്കിലെ കാലം കൊണ്ടാണ് ഇവിടെ അടി. ഈ അടി ചെപ്പയ്ക്ക് അടിക്കലോ. ഇതിപ്പോ ഈ അഭ്യാസത്തിൽ സെയിം കാലം കൊണ്ടാണ് അടിക്കണം കാണിച്ചത്. ഓക്കെ, ബാക്കിലെ കാലം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഇവിടത്തെ അടുത്ത് 1 2 3 4, അതായത് 1 2 3 4 5 6 7 8 ഈ പ്രയോഗം ചെയ്തതിനു ശേഷം ലെഫ്റ്റ് ബാക്കിലിരിക്കുന്ന കാലം കൊണ്ടാണ് മുട്ട് കൊടുക്കുന്നത്. അതിങ്ങനെ മുട്ട് കൊടുക്കണം. അതിനുശേഷം ഈ കാലം കൊണ്ട് ഈ അടിയാണ് അടിച്ചേക്കണം. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അഡ്വാൻസ് ഇതുമ്പോൾ തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി അത് ഈ പ്രയോഗം അറിയുവാണെങ്കിൽ മാറ്റങ്ങൾ വരുത്തി കാലിന്റെ അടിയൊക്കെ മാറ്റി വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ആ മുട്ട് കൊടുക്കൽ തന്നെ 3 തരത്തിൽ ചെയ്യാം. അങ്ങനെ നോക്കി, ഫസ്റ്റ് മുട്ട് കൊടുത്ത് അടിച്ചിട്ടാണ് അടിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി മുട്ട് കൊടുത്തിട്ട് കാല് ബാക്കോട്ട് എടുത്ത് വലിച്ചടിക്കുകയും ചെയ്യുന്നത്. ഇത് പ്രാക്ടീസിന് വേണ്ടി ചെയ്യുക. രണ്ടാമത് മുട്ട് കൊടുത്ത് ഇത് സ്ട്രെയിറ്റ് അടിക്കല്, സ്ട്രെയിറ്റ് കിക്ക്. മുട്ട് കൊടുത്ത് റൗണ്ട്, സ്ട്രെയിറ്റ് റൗണ്ട് ഓസ് അടിക്കുന്നത്. മുട്ട് കൊടുത്ത് ഇത് റൗണ്ട് ഓസ്. ഇതൊക്കെ ഇപ്പൊ പ്രാക്ടീസിന് വേണ്ടി ഇത് അതിന് മുട്ട് കൊടുത്തതിന് ശേഷം ബാക്കോട്ട് എടുത്തിട്ടാണ് കൈയോടൊക്കെ ബാക്കോട്ട് കാര്യം കാണാൻ പറ്റില്ലെങ്കിൽ പൊക്കുമ്പോ കാണാൻ പറ്റും ഇങ്ങനെ അടിക്കല്. ഇത് പിന്നെ മുട്ട് ഇവിടെ കൊടുത്തതിന് ശേഷം അവിടെ തന്നെ അടിക്കും. അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇനി മുട്ട് കൊടുക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. അടി 1 2 ഇവിടെ അടിച്ചു പിടിക്കും, ബാക്കോട്ട് തള്ളിക്കും. പിന്നെ മർമ്മ പ്രയോഗിക്കണം കൂടി കാണിച്ചു നിൽക്കാം. ഇത് ഈ വെട്ടുമ്പോൾ ഈ മർമ്മസ്ഥാനത്ത് വെക്കണം. ഈ മർമ്മസ്ഥാനത്ത് വെക്കണം. അടിക്കുമ്പോൾ ഇവിടെ ഉള്ള സകല മർമ്മങ്ങൾ 8 മർമ്മങ്ങൾ ഇവിടെയുള്ള മർമ്മങ്ങളെ അടിച്ചു പിടിക്കുക. ഇവിടെ മൂക്കിന് കൊടുക്കുക, അല്ലെങ്കിൽ കഴുത്തിന് കൊടുക്കുക, ഇവിടെ കൊടുക്കുക, എന്നിട്ട് തള്ളി വിടുക. തള്ളി വിടുന്ന ഒരു സംഭവം കൂടിയുണ്ട്. 1 2 3 4 തള്ളുമ്പോഴേക്കും ഇവിടെ നോക്കി, ഇങ്ങോട്ട് നോക്കി, ക്യാമറയിലേക്ക് നോക്കി, കഴുത്തണ്ട പുരുവക്കാലത്ത് തലക്കിഞ്ഞ് ബോധം കിട്ടുള്ളൂ. ഇതിലേ പോകും. അപ്പൊ 1 2 3 4 5 6 ചെയ്തു. പെട്ടെന്ന് അടിക്കാൻ പറ്റില്ല. കാരണം പെട്ടെന്ന് അടിക്കാൻ പറ്റില്ലെന്നല്ല, പെട്ടെന്ന് ഡെമോന് പെട്ടെന്ന് കാണിക്കാൻ പറ്റില്ല. അപകടം ഉണ്ടാവും. ജസ്റ്റ് ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ട് ഇങ്ങനെ അടിച്ച് ചെയ്യുമ്പോൾ തന്നെ അപകടം ഉണ്ടാവുന്നതുകൊണ്ട് ഡെമോന് കാണിക്കാൻ പറ്റില്ല. എനിക്ക് ഫിംഗർ അടിച്ചു കാണിക്കാം. ഓക്കെ, ഇങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ. തലക്കടിച്ച് കഴിഞ്ഞാൽ തല എഴുതി പോകുന്നുണ്ട്, ഇങ്ങനെ കാണിക്കാനേ പറ്റുള്ളൂ. ഓക്കെ, ഇനി അപ്പോ കാലം കൊണ്ടുള്ള അടി എങ്ങനെ നോക്കാം. പതുക്കെ കാണിക്കണം. അത് 1 2 ഉടച്ചു. ഇത് കൊടുത്തതിന് ശേഷം കാല് ബാക്കോട്ട് വലിച്ചിട്ടാണെങ്കിൽ കുറച്ചുകൂടെ ഈ ഇടി കുറച്ചും കൂടെ ഇവിടെ കാല് പത്തിയോടെ അടിക്കും. അല്ലെങ്കിൽ 1 2 ഈ സാധനം അടിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഇവിടെ കൊടുത്തതിന് ശേഷം ചവിട്ടണ്ട, ഫ്രണ്ടിലേക്ക് ചവിട്ടി വിട്ട്. അതുപോലെ 1 ശേഷം ഈ റൗണ്ട് ഓസ് എന്ന് പറഞ്ഞാൽ ഈ കാല് ഇവിടുന്ന് പൊങ്ങി വന്നിട്ട് പുറത്തിലടിക്കുക, പുറം മർമ്മസ്ഥാനങ്ങളിലൂടെ അടിക്കുക. അല്ലെങ്കിൽ കൊടുത്തതിന് ശേഷം കാല് വലിച്ചിട്ട് കലടം മണ്ടയ്ക്ക് അടിക്കുക ബാക്കില്.
ഇവിടെ കൊണ്ടാ അടിച്ചില്ല. അപ്പൊ ഒന്നുകൂടി 1 2 തട്ടിവിട്ട്. ഇനി അതിൽ തന്നെ കാല് വെച്ച് ലോക്ക് ചെയ്യണത് 1 2 3 4 5. കാല് വെച്ച് ലോക്ക് ചെയ്യണമെന്നുള്ളത് ഇങ്ങനെ ഇരിക്കുക. അല്ല അനങ്ങാൻ പറ്റുമെന്നൊക്കെ ഇല്ലല്ല. മാത്രമല്ല ഇവിടെ കിട്ടിക്കാം. അതാണ് തിരിച്ചെടുക്കല്. ഇതാണ് തിരിച്ചെടുക്കണം. ഇത് ലോക്ക് തിരിച്ചിടണം. കാണാൻ വേണ്ടി ക്യാമറ ഇങ്ങനെ വെച്ചേക്കുന്നത്. 1 2 3 4 5. കാല് ഇവിടെ നിന്ന് എടുത്തിട്ട് അടിച്ച് ഇതിലേക്ക് ഇടും. ആണ് ഇപ്പൊ കാല് സെക്കൻഡ് കാല് ഇതിന്റെ കത്താണ് ശരിക്കും പറഞ്ഞത്. തിരിയാൻ പറ്റുമോ നോക്കി? ഓക്കെ. ഈ ഇപ്പൊ കാണിച്ച ലോക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യുക എന്നുള്ളത് അതിലും ഈസിയാണ്. പ്രയോഗങ്ങൾ ചെയ്യാം. ഇതൊരു ഡെമോ എന്നുള്ള രീതിയിൽ ഒരു കല എന്നുള്ള ആവശ്യമുണ്ടല്ലോ ഇതില്. അവിടുന്ന് അടുത്ത ലോക്കിലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കല കല എന്ന് പറഞ്ഞ ആവശ്യമുള്ള ആണെന്നുണ്ട്. ഇപ്പൊ ഇതിനെ കാലിലേക്ക് ഇങ്ങനെ ചെയ്യണത് ഒന്നും. ഇനി ഇതില് കഴുത്തൊടിക്കുന്നതൊക്കെ കാണിക്കാൻ പോണം. ഈ ലോക്കില് അടിച്ച് 1 2 3 4. ഇതിങ്ങനെ വന്നു. എന്നിട്ട് കണ്ട ഇതിങ്ങനെ തിരിഞ്ഞ് കഴിയുമ്പോൾ ആള് തിരിയണല്ല. ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആള് തിരിഞ്ഞ് അടുത്ത ആംഗിളിലേക്ക് പോകും. കണ്ട ആള് തിരിഞ്ഞ് അടുത്ത ആംഗിളിലേക്ക് പോകും. നമ്മൾ എത്ര കാലിൽ ഇതുണ്ടോ അത്രയും അടുത്ത ആംഗിളിലേക്ക് പോകും. തിരിഞ്ഞ് ലെഫ്റ്റ് തിരിഞ്ഞാൽ ഇങ്ങോട്ട് തിരിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ടും ഓടിക്കാൻ പറ്റും. അത് നമ്മുടെ ഇതല്ല. അവൻ നമ്മുടെ കാല് പിടിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. കാല് പിടിച്ച് വലിച്ചിടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഓക്കെ. ആ ചൂട് രണ്ട് സൈഡും ചെയ്യുമ്പോ അത്രത്തിലുള്ള പ്രയോഗം കാണിച്ച് സ്റ്റോപ്പ്. കണ്ടോ ഈ സൈഡിൽ വന്ന് നിന്ന് ഇനി ഇപ്പുറത്തെ സൈഡിലാണ് ചെയ്യുക. അപ്പൊ കൈ മാറിയുന്നുണ്ട് കേട്ടോ. ഇത് ഇത്ര വന്ന് ചെയ്ത് കഴിഞ്ഞപ്പോ ഇനി ചെയ്യാൻ പോകുന്നത് അടുത്ത സൈഡ് ഇതിപ്പോ സംഭവം എന്താ വരുന്നത്? നമ്മളിപ്പോ എത്ര റൈറ്റ് സൈഡും കൊണ്ടാണ് ഈ ആപ്ലിക്കേഷൻ ചെയ്തത്. ഇനി അത് വരുമ്പോ ലെഫ്റ്റ് സൈഡിലായിരിക്കും വന്നത്. വലിയ വ്യത്യാസമൊന്നുമില്ല. റൈറ്റ് സൈഡിൽ ചെയ്ത് കൊടുത്ത സാധനങ്ങൾ ലെഫ്റ്റ് സൈഡിലും ചെയ്യേണ്ടതാണ്. റൈറ്റ് സൈഡ് ചെയ്തപ്പോൾ ഈ കൈ ഉപയോഗിച്ചതിന് പകരം ലെഫ്റ്റ് സൈഡ് ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ റൈറ്റ് കൈ ഉപയോഗിച്ചതിന് പകരം ഈ സാധനം ലെഫ്റ്റ് കൈ ആണ് വരുന്നത്. ഫസ്റ്റ് ലെഫ്റ്റ് കൈ വരും. രണ്ടാമത്തെ അതിന്റെ തന്നെ ആപ്ലിക്കേഷൻ ബ്ലോക്ക് ഇത് ഈ ലെഫ്റ്റ് കൈന്റെ പ്രയോഗം വരും. പിന്നെ ബ്ലോക്ക് 1 2 3 4 5 6 7 8 ലെഫ്റ്റ് കൈന്റെ ഇത് വരും. അതുപോലെ വലത്തെ കാലിന്റെ ഈ ലോക്ക് പിടിക്കല് തിരിച്ചെടുത്ത് ചവിട്ടി കൊടുക്കണൊക്കെ ഈ കാലിന്റെ വരും. വലത്തെ കാലിന്റെയും ഇവിടം വരെ വരുന്നു വിചാരിക്കാം. അപ്പൊ ഇതിന് ശേഷമുള്ളതാണ് കാണിയത്. ഒന്നും കഴിഞ്ഞു അവസാനത്തെ കൺക്ലൂഷൻ. ഇത് കൺക്ലൂഷൻ ആണ്. എന്ന് പറഞ്ഞാൽ പഞ്ച് ചെയ്ത് കണ്ട പഞ്ച് ചെയ്തപ്പോ ഫേസിൽ തന്നെ പഞ്ച് വെച്ച് തന്നെ ബ്ലോക്ക് ചെയ്ത് പഞ്ച് ഇത് പഞ്ച് വെച്ച് ബ്ലോക്ക് ചെയ്ത് 1 2 3 4 5. അതായത് നല്ല സ്പീഡ് 2 പഞ്ച് വെച്ച് സമയം കൊടുക്കുള്ളൂ. പിന്നെ ബാക്കി പഞ്ച് ചെയ്യണമെങ്കിൽ ഇത് പഞ്ച് ആയിട്ട് തന്നെ എടുത്തിട്ട് ഈ സാധനം ഇവിടെ തള്ളി വിടണം. ആ പഞ്ചിന് ഇതിനെ പഞ്ചായിട്ട് തന്നെ കൊടുക്കണം. എന്ന് പറഞ്ഞാൽ അവിടെ പഞ്ച് ചെയ്യുന്ന സമയത്ത് ഇത് ബ്ലോക്കും ഈ പഞ്ച് ഫേസിന് പഞ്ച് ഈ സൈഡ് വന്നത് ബ്ലോക്കും പഞ്ചും. പിന്നെ ഇവിടെ വന്നത് ഇവിടെ വെച്ചും ബ്ലോക്കും പഞ്ചും. ഇവിടെ വെച്ചും ബ്ലോക്കും പഞ്ചും. പിന്നെ അതിൽ വെച്ചും ബ്ലോക്കും പഞ്ചും. ഇത് ബ്ലോക്കാണ് പഞ്ചുമാണ്. അതിന് ശേഷം ഇത്ര അനുവദിക്കുന്നുള്ളൂ നമ്മൾ. എന്ന് പറഞ്ഞാൽ 1 2 3 4 അത് 5 6 5 6 7 6 1 2 3 4 5 6 7 ആണ്. ഇത്ര അനുഭവിച്ചോളൂ 7 വരെ. പിന്നെ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇതാണ്. ഇനി വരെ നമ്മൾ ചെയ്യണത് ഇത് ശരിക്കും പറഞ്ഞാൽ കൈ ചെയ്യുമ്പോൾ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഈ സാധനം ചെയ്തുകൊണ്ടാണ് തീർത്ത് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ തിളക്കൊടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത്രയും നമ്മള് അവനെ വേണ്ടെന്ന് വെച്ച് തട്ടിയ വിട്ടത് പാമ്പായില്ല. പാമ്പ് ഈ പാമ്പ് ഇങ്ങനെ അമർത്തി കൊടുത്താല് ശ്വാസം മുട്ടി പോകും അല്ലേ? അല്ലാണ്ട് അമർത്താണ്ട് തള്ളിക്കഴിഞ്ഞാൽ തെറിച്ചു പോകും. അമർത്തി തള്ളിക്കഴിഞ്ഞാൽ ശ്വാസം മുട്ടി പോകും. അപ്പൊ
ആ 7 കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 7 പെട്ടെന്ന് തള്ളിവിടുന്നു. ഇനി അവൻ പറയുകയാണെങ്കിൽ ലെഫ്റ്റ് ലാസ്റ്റ്, അതായത് ഈ സാധനം കാട്ടി ലാസ്റ്റ് തട്ടിയതിനു ശേഷം റൈറ്റ് കയറി ഇതുമ്പോൾ നിർത്തണം, തുടങ്ങും നിർത്താം. ആ ലാസ്റ്റ് ഇത് പഞ്ച് തന്നെ ചെയ്ത പൊടിയില് ആ പഞ്ച് മാത്രം ഈ സാധനം കണ്ട. ഈ പഞ്ച് എന്ന് പറഞ്ഞാൽ ഇത് ഒരു 1.5 പഞ്ച് ചെയ്യുന്ന സമയത്ത് ഇത് ബ്ലോക്ക് ചെയ്തതിനു ശേഷം ഈ സാധനം വേണം. അപ്പൊ ഇത് ഇങ്ങനെ പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയ്ത് ഇങ്ങനെ പഞ്ച് ചെയ്താൽ കയറും. ഇത് ബ്ലോക്ക് ചെയ്തിട്ട് കൊടുക്കുന്ന സംഭവമാണ് ഇത്. അപ്പോ അതങ്ങനെ. അപ്പോ നിങ്ങൾക്കിത് അറിയാൻ വേണ്ടി 3 പീസായിട്ട് ചെയ്യണം. അതേപോലെ റെഡി. ഫസ്റ്റ് സ്റ്റോപ്പ്. ഇതൊരു പീസ്. ഇനി ഇവിടെ നടത്ത 2ാമത്തെ പീസ് ചെയ്യണം. സ്റ്റോപ്പ്. ഇനി 3ാമത്തെ പീസ് ചെയ്യണം. അത് ക്യാമറ കിട്ടിയില്ല. 3ാമത്തെ പീസ് ഒന്നുകൂടി ചെയ്തു. അപ്പൊ ഈ 3 പീസാണ്. ഇനി ഈ സാധനം തന്നെ നേരെ ഫ്രണ്ടിലോട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് 2 ചൂട് ഇരട്ടേ ചൂടിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഫ്രണ്ടിലോട്ട് ചെയ്ത് നോക്കാം. ഓക്കെ. വൺ സൈഡ് ചെയ്താൽ ഇത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് പവർ വരാൻ വേണ്ടിയിട്ടാണ് ചെയ്യണം. ഒന്നുകൂടി ചെയ്താൽ, അതായത് ഓരോ ഇതിനും പവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫ്രണ്ടിലോട്ട് ചെയ്യണത്. കൈ നീട്ടി തന്നെ ചെയ്യണത്. ചെയ്തോ ഞാൻ പറഞ്ഞോണ്ടവന്റെ റിലേവ് ബാക്ക്. അപ്പൊ ഇത് ചെയ്തതെന്ന് പറഞ്ഞാൽ 1 സൈഡ് ചെയ്ത് ഈ സൈഡ് തിരിച്ചും ഇങ്ങോട്ട് തന്നെ ചെയ്യാം. ബാക്ക് വെട്ടി ഇറങ്ങി 1 സൈഡ് തന്നെ ചെയ്യാം. ഇപ്പൊ ഓൾറെഡി 2 സൈഡ് ഇത് ചെയ്തു കഴിഞ്ഞു. ഇത് ചെയ്തപ്പോഴും സംഭവം എന്ന് പറഞ്ഞാല് ഒരേ സൈഡിലുള്ള ബേസാണ് തിരിച്ചു ചെയ്തത്. ഇനി 1 സൈഡ് ബേസ് ചെയ്തിട്ട് റിവേഴ്സ് കാല് വന്ന തരത്തിലും ഈ സംഭവം ചെയ്യാം.